عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال لا يشر أحدكم إلى أخيه بالسلاح فإنه لا يدري لعل الشيطان ينزع في يده فيقع في حفرة من النار رواه البخاري ومسلم. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തൻ്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടരുത്. തീർച്ചയായും അവൻ അറിയുകയില്ല, ഒരുപക്ഷെ പിശാച് അവൻ്റെ കയ്യിൽ നിന്ന് ഊരുകയും അങ്ങനെ ആ ആയുധം തൻ്റെ സഹോദരൻ്റെ ജീവൻ ഹനിക്കുവാൻ കാരണമായി തീരുകയും ഫയഖഉ ഫീ ഹുഫ്രത്തിൻ മിനന്നാർ, അങ്ങനെ ആ മനുഷ്യൻ, ഈ കൊലയാളി നരകത്തിൽ പോവുകയും ചെയ്തേക്കാം. സഹീഹുൽ ബുഖാരി 7072, സഹീഹ് മുസ്ലിം 2617. മനുഷ്യൻ്റെ രക്തം ചിന്തുന്ന, മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ അറ്റാക്കുകൾ, ബോംബ് വർഷങ്ങൾ, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണിത്. ശക്തമായിട്ട് തന്നെ വർഗീയത, തീവ്രവാദം, ഭീകരവാദം, അങ്ങനെയുള്ള നാശം വിതക്കുന്ന എല്ലാവിധ സംഗതികളോടും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. പ്രവാചകന്റെ അധ്യാപനങ്ങളും അത് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ജനങ്ങളോട് വഖൂലൂ ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് പറയുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അനാഥകൾ, അഗതികൾ, വിധവകൾ, രോഗികൾ, അശരണർ, ദരിദ്രർ, അഗതികൾ, നിരാലംബർ, അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളോട് സ്നേഹവും കരുണയും ദയയും കാണിക്കുക, അവർക്ക് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളുടെ നേരെയും ആയുധം ചൂണ്ടാൻ പാടില്ല. ഒരാളുടെ ജീവൻ ഹനിക്കാൻ പോയിട്ട് സ്വന്തം ജീവൻ പോലും ഹനിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ ശാശ്വതമായിട്ട് നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ള പാഠമാണ്, അതിശക്തമായിട്ടുള്ള താക്കീതാണ് ഇസ്ലാം നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബോംബെറിഞ്ഞ് അല്ലെങ്കിൽ വാളുകൊണ്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് മറ്റുള്ള ജനങ്ങളെ കൊല്ലുവാൻ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഇസ്ലാം പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ വളരെ ക്ലിയറായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ലോകത്തെ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, 5-ാം അധ്യായം 32 പറയുകയാണ്, ആരെങ്കിലും ഒരാളെ വധിച്ചാൽ, മറ്റൊരാളെ വധിച്ചാൽ, ഔ ഫസാദിൻ ഫിൽ അർൾ, ഇതുപോലെയുള്ള മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന നാശങ്ങൾ ഭൂമിയിൽ വിതച്ചാൽ, അവൻ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ ഒരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യമാണ് എന്നുള്ള ആ പാപങ്ങൾ, മനുഷ്യരെ കൊല്ലുക എന്നുള്ള വലിയ തിന്മക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളോ മറ്റുള്ള വിശ്വാസധാരകളോ ഇതുപോലെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇസ്ലാമിന് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഇനി ഒരാളുടെ നേരെ ആയുധം ചൂണ്ടുക എന്നുള്ളത് ഗുരുതരമായി തെറ്റാണ്. ഏതൊരാളെ കാണുമ്പോഴും സലാം പറയുക, അറിയുന്നവനെയും അറിയാത്തവനെയും കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക, ഇതൊക്കെ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ബുഖാരി പോലെയുള്ള ഏറ്റവും പ്രാമാണികമായിട്ടുള്ള നബിവചന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, സഹോദരങ്ങളെ, ഇവിടെ ജീവജാലങ്ങളോട് പോലും സ്നേഹവും കാരുണ്യവും കാണിക്കണം. ദാഹിച്ച് വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോയ മനുഷ്യന്റെ കഥ, ഇതൊക്കെ എന്തിനാ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, കാരുണ്യമാണ്. അത് തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതിനൊക്കെ അതിശക്തമായിട്ടുള്ള
കർക്കശമായിട്ടുള്ള നിലപാടാണത്. അതുകൊണ്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ എന്ന് പറയുന്ന മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചില മുസ്ലിം പേരുള്ള പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളുടെ നേതൃത്വത്തിൽ IS എന്നൊക്കെ ഉള്ള പേരിലെ പിന്നെ ISS RSS എന്ന് പറയുന്നത് പോലെ ISS എന്നൊക്കെയുള്ള സംഘടന രൂപീകൃതമായപ്പോൾ മതം, വർഗീയതക്കെതിരെ, അതുപോലെ ഫാസിസത്തിനെതിരെ എന്നൊക്കെയുള്ള പ്രമേയങ്ങൾ കേരളത്തിൽ മറ്റുള്ള മുസ്ലിം സംഘടനകൾ പോലും ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് മുമ്പേ, അവർ അത് ആലോചിക്കുന്നതിന് മുമ്പേ മുജാഹിദ് പ്രസ്ഥാനം എല്ലാവിധ പിന്നെ സാമൂഹ്യ സാഹചര്യങ്ങളെയും ഈ സമൂഹത്തിലെ നന്മകൾ മാത്രം കളിയാടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മതം, വർഗീയതക്കെതിരെ, ഫാസിസത്തിനെതിരെ എന്നൊക്കെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ഞാൻ പറയട്ടെ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് നടത്തുന്നല്ലോ. 1992 കാലഘട്ടത്തിൽ, 1990-കൾക്ക് ശേഷം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള ഏറ്റവും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും എതിരായിട്ടുള്ള അതിശക്തമായ ആക്രമണമായിരുന്നു രാജ്യത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ ബാബരി മസ്ജിദ് തകർത്തത്. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലക്കാട് കോട്ടമൈതാനിയിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതെന്തുകൊണ്ടാ? ഇസ്ലാമിന് അതാണ് പറയാനുള്ളത്. മനുഷ്യന്മാർ സ്നേഹവും സൗഹാർദ്ദവും പങ്കിട്ട് മുന്നോട്ട് പോകണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ? കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, മനുഷ്യ പിതാവായ ആദമിന്റെ സന്തതികളാണ് നിങ്ങൾ. ആദം മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്നാകുന്നു. അതുകൊണ്ട് ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, അറബിക്ക് അനറബിയേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വാ, ധർമ്മനിഷ്ഠ കൊണ്ടല്ലാതെ. വർഗമേതാവട്ടെ, ഭാഷയേതാവട്ടെ, മതമേതാകട്ടെ, എല്ലാവരും ആദമിന്റെ സന്തതികളാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ വചനമാണത്. ആ വചനത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്, മനുഷ്യരെ, നിശ്ചയം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള വർഗങ്ങളും ഗോത്രങ്ങളുമാക്കിയിട്ടുള്ളത്. ലിതആറഫു, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. പല ഭാഷ, പല വേഷം, പല വർണ്ണം, ഇതൊക്കെ നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കല് ഭാഷയുടെയോ ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിലല്ല, സർവശക്തനായ ദൈവത്തിന്റെ അരികിൽ അവർക്കുള്ള പരിഗണന, മറിച്ച് ആര് ഏറ്റവും കൂടുതൽ ധർമ്മനിഷ്ഠ പാലിച്ച് പരമഭക്തനായി മാറുന്നുവോ അവർക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് സൗഹാർദ്ദത്തോടുകൂടെ, പരസ്പരം സഹവർത്തിത്വത്തോടുകൂടെ, പരസ്പരം സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കാനുള്ളത് എക്കാലഘട്ടത്തിലും. ആ കാര്യം മഹാനായിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, KPCCയുടെ മുൻ പ്രസിഡന്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകൻ, അദ്ദേഹമൊക്കെ അത് വളരെ വ്യക്തമായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ പങ്കെടുത്തിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തോട്
അത് ഒക്കെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മക്ക് വേണ്ടി, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ എല്ലാവരും സ്നേഹത്തോടുകൂടെ തോളോട് തോളുരുമ്മി കൈകോർത്തുകൊണ്ട് നന്മയുടെ പാന്താവിൽ മുന്നേറണം. വർഗീയത ആപത്താണ്, അതുപോലെ തന്നെ ഭീകരവാദം ആപത്താണ്, അതുപോലെ തീവ്രവാദം ആപത്താണ്. അത് ആര് കൊണ്ടുവന്നാലും, RSS ആണെങ്കിലും, ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും, സംഘപരിവാരമാണെങ്കിലും, കാസയാണെങ്കിലും, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് ന്യൂനപക്ഷം ഇപ്പോൾ സംഘപരിവാറിനെ പോലെ ക്രിസംഗികൾ എന്ന പേരിൽ, കാസ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ശക്തികളൊക്കെ എതിർക്കാൻ നന്മയുള്ള ആളുകൾ മുന്നോട്ട് വരണം. ഏതുപോലെ RSSനെ എതിർക്കുന്നത് പോലെ, അതുപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള വർഗീയ ചിന്തയുള്ള, തീവ്രവാദ ചിന്തയുള്ള ആളുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടതുപോലെ തന്നെ അത്തരം ശക്തികളെയൊക്കെ എതിർക്കണം. അവരൊക്കെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇതൊക്കെ ഇസ്ലാമിന് എതിരാണ്, ആ കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും നന്മയുടെയും വെളിച്ചത്തിൻ്റെയും കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ആ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ദർശനമാണ് ഇസ്ലാം. അതാണ് നിങ്ങളോട് പറയുവാനുള്ളത്. അള്ളാഹു സർവശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു